വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഈ ചാനലിൽ വേറെ കുറേ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു വോയിസ് ഓവർ കൊടുത്ത് ആദ്യമായിട്ടൊരു ലോങ് വീഡിയോ ഇടുന്നത് ഇതാണ്. ഇന്ന് രാവിലെ തൊട്ട് എന്ത് കണ്ടൻറ് ഇടാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്തുകൊണ്ട് എനിക്കും എൻ്റെ മോൾക്കും ഒക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചൊരു വീഡിയോ ആയിക്കൂടാന്ന് കരുതിയത്. മിക്കുവിന് 3 മാസം പ്രായമുള്ളപ്പോഴാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അവളുടെ ബുക്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം എല്ലാവരും ചോദിച്ചു തുടങ്ങി, ഇത്ര ചെറുപ്രായത്തിൽ തന്നെ എന്തിനാണ് ബുക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവരെല്ലാം മനസ്സിലാകുമോ, ഇത്രയും കുഞ്ഞിലൊക്കെ ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. എന്നാൽ മുൻപോട്ട് അവൾക്ക് പ്രായമാകുമ്പോൾ ആ ബുക്സിൽ കണ്ട ഓരോ കാര്യങ്ങൾ അവൾ നമ്മളോട് പിന്നീട് പറഞ്ഞു തരുമ്പോഴാണ് ഈ ബുക്സൊക്കെ കുഞ്ഞിൽ തൊട്ടേ കാണിച്ചതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ എവിടെ ബുക്സ് കണ്ടാലും പിന്നീട് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്, മീൻസ് എൻ്റെയും മിക്കുവിൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള ബുക്കാണ് ഈ ഫയർ ട്രക്ക്. അതിൽ വീലൊക്കെ ഉണ്ട്, വണ്ടി പോലെ തന്നെ നമുക്കിങ്ങനെ ഓടിച്ച് കളിക്കുകയും ചെയ്യാം. കൂടെ അതിൽ ഫയർ ട്രക്കിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്ന ഒരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ക്രൈയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊന്ന് മേടിച്ച് നോക്കിയതാണ് ലൂണ ദ ക്യാറ്റ്, അതുപോലെ റോളി ദ റാബിറ്റ്, ഈ 2 ബുക്കുകൾ. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ബുക്കാണ്. ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ടച്ച് ചെയ്ത് നമുക്കതിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഒരു കഥ പോലെ ലൂണ ക്യാറ്റിനെ പറ്റിയും റോളി റാബിറ്റിനെ പറ്റിയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്. അവളത് ടച്ച് ചെയ്യുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ക്യൂരിയസ് ആയിട്ട് നമ്മൾ ഈ പറയുന്നതും കാണിക്കുന്നതും നോക്കി കുറേ നേരം അവൾ ഇരിക്കും കേട്ടോ. ഇത് അവൾക്ക് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള 2 ബുക്സാണ്. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട 2 ബുക്കുകളാണ് ഈ ലൂണ ദ ക്യാറ്റും റോളി ദ റാബിറ്റും. ഇത് ഫസ്റ്റ് ക്രൈയിൽ വളരെ കുറച്ച് റേറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് ഞങ്ങൾ ഇവൾക്ക് ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പം ഇതുപോലെ നമുക്ക് ടച്ച് ആൻഡ് എക്സ്പ്ലോർ ചെയ്യാവുന്ന ബുക്കുകൾ പിന്നീട് വീണ്ടും മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ലുലു മാളിൽ ബുക്ക് ഫെസ്റ്റ് വന്നപ്പം വാങ്ങിച്ച ബുക്കാണ് കേട്ടോ ഇത്. ഇതും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോറിയാണ് പറയുന്നത്. 4 ഡൈനോസേഴ്സ് അവർ യാത്ര പോവുകയാണ് വെക്കേഷന്, അതിൻ്റെ കഥയാണ് പറയുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ബുക്കാണ്. ഇതും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. അതുപോലെ ഫാം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് മേടിച്ചത് അവൾക്കിങ്ങനെ ഓരോ മൃഗങ്ങളെയൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കണ്ടിട്ട് മേടിച്ചതാണ് ഈ ഫാം ഫ്രണ്ട്സ്. ഇതൊരു പസിൽ ബുക്കാണ് കേട്ടോ. കഥ പോലെ പറയുന്നുണ്ട്, ഫാമിലെ ഉള്ള ഓരോരോ ആനിമൽസിനെ പറ്റിയുള്ള കഥകൾ പറയുന്നതിനൊപ്പം അത് പസിൽസും ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പകുതി പസിലൊന്നും കാണുന്ന പോലും ഇല്ല. കാര്യം അത് ഞങ്ങൾ മിക്കവാറും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ബുക്ക് അവളെ കാണിച്ച് സ്റ്റോറി പോലെ പറയുകയും അവൾ ആ പസിലെടുത്ത് അത് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഏതോ ഒരു കൗവിൻ്റെ ഒരു പീസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഫേവറേറ്റാണ്. ഞാൻ യാത്രയിലൊക്കെ ഒന്ന് അവളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കരുതുന്ന ബുക്കാണ് ഈ ഫാം ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇതും ലുലു മാളിൽ നിന്ന് തന്നെ ഞങ്ങൾ പിക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് മിക്കതും അവിടുന്ന് തന്നെ ബുക്ക് ഫെസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും ഏത് ബുക്കാണ് എന്നോർത്ത് ഞങ്ങൾ ഓടിപ്പോയി വേറെ ആരും എടുക്കാതെ ചാടി എടുക്കുന്ന ബുക്കുകളാണിതെല്ലാം. ഇത് മൈ ഫസ്റ്റ് എന്ന് പറയുന്ന ആനിമൽ ഫ്രണ്ട്സ് ബുക്കും ഉണ്ട്, അതുപോലെ ഫൺ ആനിമൽസ് ബുക്കും ഉണ്ട്. ഇത് രണ്ടും ഇതിൻ്റെ അകത്ത് കുറച്ച് രസകരമായിട്ടുള്ള കോട്ടൊക്കെ കൊടുത്തിട്ടുള്ള ബുക്സാണ്. ഇതിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലെ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. ഈ ബുക്ക് പ്രിറ്റി പ്രിൻസസ്, ഇതും ഒരു ഫെസ്റ്റിന് തന്നെ മേടിച്ചതാണ് കേട്ടോ. ഈ ബുക്കിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കണ്ണുകൾ നമുക്കിങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴത്തേനും അതിങ്ങനെ അനങ്ങുന്നുണ്ട്. അത് അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള പേജസ് നോക്കിയാലും എല്ലാ പേജിലും നമുക്ക് കാണാൻ പറ്റും ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കണ്ണുകൾ നമുക്കിങ്ങനെ ഷേക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു ബുക്കാണിത്. അതുപോലെ തന്നെ ഈ ABC തൊട്ട് Z വരെയുള്ള ആൽഫബറ്റ്സ്, പിന്നെ 1 2 3 to 10 ഇതിൽ ഓരോ ഫോട്ടോസൊക്കെ കാണാം. അപ്പം ഇത് അവൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതിലെ ഓരോ ഫോട്ടോസും ചെറുപ്പം മുതലേ കാണിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോൾ അതിലെ ഓരോ ഫോട്ടോയിലുള്ള ഓരോന്നും കാണുമ്പം അവൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കിങ്ങോട്ട് പറഞ്ഞു തരും ഇതാണ് എന്ന് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബുക്സ് വെറുതെ ഫോട്ടോസായിട്ടും കാണിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇനി നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യം എന്ത് തരമുള്ള ബുക്കുകളാണ് അവർക്ക് പറ്റുന്നത്, വായി വയ്ക്കാം അല്ലെങ്കിൽ കടിക്കാം അല്ലേ, കീറിക്കളയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബുക്കാണ് ഈ ഓഷ്യൻ വേൾഡ് എന്ന് പറയുന്നത് കേട്ടോ. അതാവുമ്പം ക്ലോത്ത് ബുക്കാണ്, നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇൻഫർമേഷൻസൊക്കെ എങ്ങനെയുള്ള ബുക്കുകളൊക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.